ശരിക്കും ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണോ? കഴിഞ്ഞ ദിവസം വൈഫിനെ കൂട്ടി പെരുന്നാൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് പോയി. ആദ്യത്തെ ഷോപ്പ് കയറി ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു. പക്ഷേ പോകാൻ നേരം ഷാള് നോക്കിയപ്പോൾ ഷാൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഷോപ്പിൽ കയറി അവിടെ നിന്നും സാധനം സെലക്ട് ചെയ്തു. സാധനങ്ങൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഷാള് നോക്കുമ്പോൾ അവിടെയും ഷാളില്ല. വീണ്ടും വേറൊരു ഷോപ്പ് കയറി, അവിടെയും ഷാള് ഇല്ല. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് മാച്ച് ആവുന്നുണ്ട്. അവസാനം അവിടുത്തെ ഓണറുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു ഷാളുകൾ വളരെയധികം ഡേഞ്ചറസ് ആണ് എന്നാണ് അവർ പറഞ്ഞത്. കാരണം പെണ്ണുങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യും എന്നത് മാത്രമല്ല, കറക്റ്റ് മാച്ചായത് കിട്ടിക്കഴിഞ്ഞാൽ, അഥവാ ഷാളുള്ള ഷോപ്പാണെന്നുണ്ടെങ്കിൽ ഷാള് കൂടി അവർ മാച്ച് ചെയ്തിട്ട് അത് കറക്റ്റ് മാച്ച് ആണെങ്കിൽ മാത്രമേ അവർ ഡ്രസ്സ് എടുക്കുള്ളൂ എന്നതാണ് വാസ്തവം. അല്ലാന്നുണ്ടെങ്കിൽ ഷാള് മാച്ചായില്ലെങ്കിൽ അവർ ആ ഡ്രസ്സ് അവിടെ വെച്ചാണ്ട് പോവുക ചെയ്യുക. നേരെ മറിച്ച് ഷാളില്ലാത്തൊരു ഷോപ്പിൽ അവർക്ക് മറ്റുള്ള ഡ്രസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ഷാള് വേറെ കടയിൽ വാങ്ങിക്കാമല്ലോ എന്ന് കരുതി അവരവിടുന്ന് പോകും. അപ്പോൾ ഇതൊരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ടാണ് അവർ പറയുന്നത്. ഷാൾ നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നതാണ്. അതുണ്ടായാൽ ഒരുപാട് കച്ചവടങ്ങൾ നഷ്ടപ്പെടും എന്നാണ് അവർ പറയുന്നത്. ഞാനൊന്ന് ചിന്തിച്ചപ്പോൾ അത് വളരെ ശരിയാണ്. കാരണം പെൺകുട്ടികളെ ഒരു സൈക്കോളജി വെച്ച് അവരങ്ങനെ തന്നെ ആണ് കൂടുതൽ നമ്മൾ കാണുന്ന കുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. കറക്റ്റ് മാച്ചായിട്ട് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ അവരത് പൂർണ്ണമായും ഒഴിവാക്കി നിൽക്കാറാണ് ഉണ്ടാവാറ്. ഏതായാലും എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്.